കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മാജിക് ആണ്, അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ തന്നെയാണ്. അതായത് ഓരോരുത്തരും രാജകുമാരന്മാരും രാജകുമാരിമാരും നമ്മൾ എന്താണെന്ന് മറന്നുപോയിട്ട് ശരിക്കും ആക്സസ് എന്താ പറയുന്നതെന്നറിയോ, ഒരു കൊച്ചു കുട്ടിയെ പോലെ ആകാനാണ് പറയുന്നത്. കാരണം ഒരു കൊച്ചുകുട്ടിക്ക് ഒരു അച്ഛനോടൊരു കാര്യം ചോദിക്കുമ്പോൾ സംശയമില്ല, അത്രത്തോളം നിഷ്കളങ്കമായി നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. പക്ഷെ നമുക്ക് ചോദിക്കണം, പക്ഷെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കൂടെ ഒന്നീ നമ്മൾ സംശയത്തെ ഇടും, അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ്സിനെ ഇടും. പിന്നെ ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. അത്രയെന്ന് വേണേൽ പറയാം. എല്ലാം എൻറ്റിറ്റീസ് ആണ് ആക്സസ് പറയുന്ന സമയത്ത്. ഇതെല്ലാം നമുക്ക് കണ്ടെത്താം. യെസ്, ആക്സസ് ബാർ ഇപ്പോൾ പലതവണ നമ്മൾ എടുത്തിട്ടുള്ളൊരു വിഷയമാണ് ആക്സസ് ബാർ എന്ന് പറയുന്നത്. പക്ഷേ ഇത് അടുത്ത ലെവലിലേക്ക് ചെല്ലുമ്പോൾ ആക്സസ് ബാർ എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്? ഇത് എനിക്ക് ഒരുപാട് ചോദ്യം വരുന്ന കാര്യമാണ്. ഈ ആക്സസ് ബാർ, ലൈഫ് കോച്ചിങ്, ഞാൻ എടുക്കുന്ന പല കോഴ്സുകളും ഇത് ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെ ക്ലാസ് ആണോ, ലൈഫ് കോച്ചിങ്ങിൻ്റെ ക്ലാസ് ആണോ എന്നൊക്കെ സംശയങ്ങൾ. പക്ഷേ ഇതിൻ്റെ എല്ലാം വ്യത്യാസം, ഇതെല്ലാം ഒന്നിനു വേണ്ടിയിട്ടാണ്, പക്ഷെ ഇതെല്ലാം വ്യത്യസ്ത രീതികളാണ്. അതെ അതെ, കാരണം എല്ലാവർക്കും എല്ലാം ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല. ചിലർക്ക് നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇതെനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ അർത്ഥം അവർക്ക് മാത്രമല്ല ജീവിതം മാറ്റേണ്ടത്. അതായത് ചിലർക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമാണ്, ചിലർക്ക് മാനുവൽ ഓടിക്കാൻ ഇഷ്ടമാണ്. ഇത് തന്നെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആക്സസ് കോൺഷ്യസ്നെസ്സിൻ്റെ ഏറ്റവും താഴെയുള്ള അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടൂളാണ് ആക്സസ് ബാസ് എന്ന് പറയുന്നത്. അത് ഇപ്പോൾ എല്ലാവർക്കും ഒക്കെ കേട്ടറിയാം. നമ്മുടെ തലയിലുള്ള 32 പോയിന്റിൽ റൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത്. ഇതൊരു പ്രത്യേക കാര്യം നേടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല. ശരിക്കും ഈ ആക്സസ് ബാസ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നടക്കുന്നത്, ജീവിതം വളരെ എളുപ്പമാകും, വളരെ സമാധാനം നമുക്ക് ഉടനെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സ്, സ്ട്രെയിനൊക്കെ കുറയുന്നതായിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നതനുസരിച്ച് കൂടുതൽ ലൈറ്റ്നെസ് ലൈഫിൽ വരും. ഒരുപാട് വഴികൾ തുറന്നു വരുന്നു. വഴികൾ തുറന്നു വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലുള്ള ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും കുറയുമ്പം നമുക്ക് പല കാര്യങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുവരെ നമ്മൾ കണ്ട രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇതാണ് ആക്സസ് ബാസിൻ്റെ ഒരു ബേസിക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനിലൂടെയും മറ്റു പലതിലൂടെയും വളരെ കാലമെടുത്ത ആളുകൾ നേടിയെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ചക്ര ഓപ്പണിങ് അല്ലെങ്കിൽ കുണ്ടലിനി അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ആക്സസ് ബാസ് ചെയ്യുമ്പം വളരെ എളുപ്പത്തിൽ ഓപ്പൺ ആകുന്നു, ആക്ടിവേറ്റ് ആകുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവങ്ങൾ കാണിച്ചു തരുന്നത്. ഒരു ബൈപാസിങ് ആണത്. പക്ഷേ അതെല്ലാവർക്കും ഒരേപോലെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓരോരുത്തരും ഈ ബാസ് സ്വീകരിക്കുമ്പോഴുള്ള അനുഭവം, എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരു ഫെസിലിറ്റേറ്ററായ എനിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഴ്സിനോ പറയാൻ പറ്റില്ല ഈ വ്യക്തിക്ക് ഈ ഒരു സെഷനിലൂടെ കിട്ടുന്നത് എന്തായിരിക്കുമെന്ന്. നമ്മുടെ ഒരു ഇമാജിനേഷനും എക്സ്പെക്റ്റേഷനും അല്ലെങ്കിൽ ലോജിക്കാലിറ്റിക്കും ഒക്കെ അപ്പുറമാണ്. ചില വ്യക്തികൾ ആദ്യത്തെ സെഷനിൽ തന്നെ കളറുകൾ കാണും, ചിലപ്പോൾ പാസ്റ്റ് ലൈഫിലെ ചില ഓർമ്മകൾ വരും, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സ്റ്റക്കായി കിടക്കുന്ന പലതും മാറിപ്പോകുന്നതായിട്ട് കാണും. ചിലർക്ക് ചിലപ്പോൾ അത് 3 സെഷനോ 7 സെഷനോ ഒക്കെ കഴിയേണ്ടി വരും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബീയിങ്ങിൻ്റെ ഒരു യാത്രയിൽ നമ്മൾ കടന്നുപോയ പല അനുഭവങ്ങളും. കാരണം ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും മാജിക് ആണ്, അത്ഭുതങ്ങളാണ്, അത്ഭുതങ്ങൾ തന്നെയാണ്. അതായത് ഓരോരുത്തരും രാജകുമാരന്മാരും രാജകുമാരിമാരും നമ്മൾ എന്താണെന്ന് മറന്നുപോയിട്ട് ഏതോ ലോകത്ത് രഹസ്യം തേടി പോകുന്നല്ലേ. ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷെ അതുണ്ടെന്നറിയാതെ നമ്മളൊരു ഐലൻഡിലാകപ്പെട്ട് ഓർമ്മയെ നഷ്ടപ്പെട്ട അവർ പറഞ്ഞു തരുന്ന പോലെ കാട്ടാളന്മാരും കാട്ടാളത്തികളുമായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ തന്നെ ഉണർത്തിയെടുക്കാനും തിരിച്ചറിയാനും നമ്മുടെ വാക്കുകളുടെ പവറും ഈ പ്രപഞ്ചവും പ്രകൃതിയും അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. പക്ഷേ ഈ യാത്ര അത്ര സുഖമുള്ള യാത്രയല്ല. കാരണം നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നമ്മളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പല ലിമിറ്റിംഗ് ബിലീഫ്സിൽ നിന്നൊക്കെ പുറത്തു വരിക എന്ന് പറയുന്നതും കാരണം നമ്മൾ കരുതുന്ന പലതും നമ്മുടെ ബന്ധനങ്ങളാണ്. അതേ ഈ ലോകത്തിൻ്റെയും ഈ സമൂഹത്തിൻ്റെയും കാഴ്ചപ്പാടിൽ നോക്കുമ്പം അത്ര എളുപ്പമല്ല അതെല്ലാം പൊട്ടിച്ച് നമ്മൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഫ്രീഡത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. പിന്നെ ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ് അവനവൻ എത്രത്തോളം വേണം. ഓക്കെ, ഐ എം ഹാപ്പി, ഇത്രയും ഞാൻ ഹാപ്പിയാണ്, അവനവൻ്റെ തേടൽ അവിടെ കൊണ്ട് നിർത്തും.
ചിലർ കൂടുതൽ ആഴത്തിലേക്ക്, കാരണം ചക്കരക്കുടത്തിലെ കൈയിട്ടത് പോലെ ഇതിൻ്റെ അടുത്തതെന്താ തേടി പോകുമ്പം അത്ഭുതങ്ങളുടെ ലോകമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് ഓരോരുത്തരും എത്രത്തോളം തേടുന്നു, എത്രത്തോളം ചെയ്യുന്നു. ഇത് പഠിച്ചതുകൊണ്ട് മാത്രം, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ് വീട്ടിൽ വെച്ചതുകൊണ്ട് മാത്രം ഒരു മാറ്റവും നടക്കുകയില്ല. നമ്മളത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. നമുക്കറിയേണ്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക തന്നെ വേണം. ചോദിക്കുവിൻ നൽകപ്പെടുമല്ല ലഭിക്കുമെന്ന് നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ വളരെ സത്യമാണ്. ഞാൻ ചെറുപ്പത്തിൽ പലപ്പോഴും കേട്ടിട്ടുള്ള, അതായത് ഞാൻ പറയില്ല, എല്ലാ റിലീജിയനിലും ഒരു മനുഷ്യനെ ജീവിതം സുഗമമാക്കാനുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിലാന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ ചോദിച്ചാൽ തരാൻ തയ്യാറായി നിൽക്കുന്നതാണ് ഈ പ്രപഞ്ചം. പക്ഷെ നമുക്ക് എങ്ങനെ ചോദിക്കണോ, എന്ത് ചോദിക്കണമെന്നറിയില്ല. ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ മാമ് വളരെ പ്ലസൻ്റായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. അതെങ്ങനെ ഒരാൾക്ക് അത്ര ഹാപ്പിയായി സംസാരിക്കാൻ കഴിയുമെന്ന് പറയുന്നത്? ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറയാം, എൻ്റെ കൊച്ചിലെ ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുത്തി ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റി എന്നെ ഇങ്ങനെ തോണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച് കാണിക്കും, നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കാലഘട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് ചുമ്മാ ചിരിച്ച് കാണിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ചിരിക്കുക എന്നുള്ളത്. പിന്നെ ഞാൻ വളർന്ന ഒരു പ്രായം വരെ ഞാൻ ചിരിക്കുടുക്കയെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ അങ്ങനെ ആയിരുന്നു. പിന്നീട് ഒരു സമയത്ത് എൻ്റെ പ്രൊഫഷന് എല്ലായിടത്തും ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തന്നെ വിചാരിക്കും കുറച്ച് സീരിയസ് ആകണം, നമ്മൾ ഈ പ്രൊഫഷൻ ഇങ്ങനെ വേണം കുറച്ച്. കാരണം നമ്മൾ റിസർച്ച് അങ്ങനെ പോകുമ്പോൾ ഗൈഡൊക്കെ ആകുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇത് വരണമെങ്കിൽ നമ്മൾ ഇച്ചിരി മസില പിടിക്കണം. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും, ഒരു സമയം ഞാൻ ചിരിക്കാൻ മറന്നുപോയ കാലഘട്ടം എൻ്റെ ജീവിതത്തിലുണ്ട്. ചിരിക്കും, പക്ഷെ ഇങ്ങനെയല്ല, ഈ മനസ്സറിഞ്ഞ് ചിരിക്കുക, പൊട്ടിച്ചിരിക്കുക, ഉള്ളറിഞ്ഞ് ചിരിക്കുക എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. എൻ്റെ ഏറ്റവും വലിയ വിഷയം പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ഈ ചിരിയായിരുന്നു. ചിരി കാരണം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇതിലേക്കൊക്കെ വന്നതിന് ശേഷമാണ് വീണ്ടും ആ ഒരു നാച്ചുറലായിട്ടുള്ളൊരു ചിരിയിലേക്ക്. അതെപ്പോൾ വരുന്നുള്ള നമ്മുടെ ഉള്ളിൽ ഈ നമ്മുടെ പ്രോസസ്സിൽ, നമ്മൾ വലുതാകുക എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ വന്ന് കയറും. സമൂഹത്തിൻ്റെ എക്സ്പെക്റ്റേഷനുണ്ട്, കുടുംബത്തിൻ്റെ എക്സ്പെക്റ്റേഷനുണ്ട്, നമുക്ക് തന്നെ നമ്മളോടുള്ള എക്സ്പെക്റ്റേഷനുണ്ട്. ഒരു പോയിന്റിൽ നമുക്ക് തോന്നും എല്ലാവർക്കും എല്ലാം നടക്കുന്നുണ്ട്, എനിക്ക് മാത്രം നമുക്കുള്ളതൊന്നും നമുക്ക് കാണില്ല. പക്ഷേ ഇല്ലാത്തത് എല്ലാവർക്കും ജീവിതം എല്ലാം നന്നായിട്ട്, അവർക്കൊക്കെ വളരെ എളുപ്പമാണ്, നമുക്ക് മാത്രം എന്താ ഒന്നും നടക്കാത്ത, കുറേ കുറ്റബോധം, കുറേ വിഷമം, എന്തൊക്കെയോ ഇതൊക്കെ വന്ന് നിറഞ്ഞ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ചിരിക്കാൻ തന്നെ മറന്നു പോകുന്നൊരു സംശയം. ഇതിനെയൊക്കെ എടുത്ത് പുറത്ത് കളഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാതെ ശരിക്കും ആക്സസ് എന്താ പറയുന്നതെന്നറിയാം, ഒരു കൊച്ചു കുട്ടിയെ പോലെ ആകാനാണ് പറയുന്നത്. കാരണം ഒരു കൊച്ചുകുട്ടിക്ക് ഒരു അച്ഛനോടൊരു കാര്യം ചോദിക്കുമ്പോൾ സംശയമില്ല, അച്ഛന് ശമ്പളം ഉണ്ടാവുമോ, ഞാൻ ചോദിച്ച കാര്യം കടയിൽ നിന്ന് കിട്ടുമോ, ഇനി വരാതിരിക്കുമോ, ഒന്നുമില്ല. അവൻ ചോദിക്കുന്ന അവന് കിട്ടുന്നു. അത്രത്തോളം നിഷ്കളങ്കമായി നമ്മൾ എന്ത് ചോദിച്ചാലും തരാൻ തയ്യാറായിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. പക്ഷെ നമുക്ക് ചോദിക്കണം. പക്ഷെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കൂടെ ഒന്നീ നമ്മൾ സംശയത്തെ ഇടും, അല്ലെങ്കിൽ ഹെൽപ്ലെസ്നെസ്സിനെ ഇടും. അത് രണ്ടും ഇടുമ്പോൾ വർക്കൗട്ട് ആവില്ല. ശരിക്കും ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുമെങ്കിൽ എന്തും കിട്ടുന്നതാണ് ഈ പ്രപഞ്ചം. എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഞാൻ നിഷ്കളങ്കമായിട്ട് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് കിട്ടണമെന്നൊരു പിടിവാശി കാണും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കിട്ടുന്നുണ്ടോ വരുന്നുണ്ടോ, അത് നമ്മൾ ആ കളയുന്നിടം വരെ വരത്തില്ല. നമ്മൾ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുക, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അവിടെ നമുക്കറിയാം ആ എനർജിയുടെ വ്യത്യാസമുണ്ട്. അതേസമയം ചുമ്മാ ഒന്ന് ചോദിച്ചു നോക്കി, അത് വിട്ട് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് അത് തേടി കടന്നു വരുന്നതെന്ന് നമുക്കറിയില്ല. ഞാൻ പോലും മറന്നു പോകും, ഇത് ഞാൻ ചോദിച്ച കാര്യമല്ലേ ഇത്രയും റെഡി ആയിട്ട് വന്നേ. അതേസമയം ചില കാര്യങ്ങൾ നമ്മളൊരു കിട്ടണം, എനിക്ക് കിട്ടിയേ തീരൂ, അല്ലെ കിട്ടുമോ, അങ്ങനെയൊക്കെ അതൊന്നും വർക്കൗട്ട് ആകത്തില്ല. കാരണം നമ്മുടെ ഉള്ളിലൊരു സംശയമാണ്. നമ്മൾ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പ്രത്യക്ഷത്തിലല്ലേലും ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ടോ, നടക്കുന്നുണ്ടോ. അതൊരു എനർജി ഡിഫറെൻ്റാണ്. ആക്സസ് ബാസ് എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ വ്യക്തമായിട്ട് കാണാനും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, ഓരോരുത്തരും ആഗ്രഹിക്കുന്നവർ ആ രീതിയിൽ കുറച്ചും കൂടെ ജീവിതം സുഖകരമാക്കാനും, പിന്നെ ഈ പറഞ്ഞതുപോലെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്.
അത് എന്തുകൊണ്ടാണ് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, ലൈഫ് കോച്ചിങ് ചെയ്യുന്നു, ആക്സസ് ബാസ് ചെയ്യുന്നു, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇപ്പം എല്ലാവരും ഒന്നും ആഗ്രഹിക്കത്തില്ല അതെ. ആക്സസ് ബാസ് അല്ല ഉപയോഗിക്കും. ഞാൻ തന്നെ ചില സമയങ്ങളിൽ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പല ആളുകളുടെയും ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ആക്സസ് ബാറുമായി ബന്ധപ്പെട്ട്. നമ്മുടെ തന്നെ ശരീരത്തിലെ ചില പോയിന്റുകളെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറുമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ചിലർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത് വിശ്വസിക്കാൻ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്കിപ്പോൾ പണം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പണക്കാരിയായി ജീവിക്കണമെന്നില്ല. പണമുള്ള എത്രയോ പേര് സിമ്പിളായിട്ട് ജീവിക്കുന്നു. ഇതെനിക്ക് ചൂസ് ചെയ്യണമെന്ന് ശരിക്കും ഇപ്പം എന്നോട് വിളിച്ച് ചോദിക്കുന്നത് പോലെ, നിങ്ങളുടെ മനസ്സിത് വേണമെന്ന് നിങ്ങളോട് പറഞ്ഞാൽ മാത്രം ചൂസ് ചെയ്യുക, അപ്പോഴേ നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ശരിക്കും ഒരുപാട് ജഡ്ജ്മെൻറ്റിലും അല്ലെ ഒരുപാട് പാറ്റേണിലും ഒക്കെ കുടുങ്ങി കിടക്കുകയാണ്. ഓടിപ്പോയി നമ്മൾ ബാസ് ചെയ്യുമ്പോൾ നമുക്ക് സമാധാനമാണെങ്കിലും ഓൾ ഓഫ് സഡൻ ലൈഫിൽ മൊത്തം ഡിഫറൻസ് വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ അവെയർ ആകാതെ ഇപ്പോൾ ഇതിലൂടെ ക്ലിയർ ആയാലും അടുത്ത നിമിഷവും നമ്മൾ വീണ്ടും ചിന്തിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പെട്ടെന്നൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സോ അങ്ങനെയുള്ള സമയത്ത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്കൊരു ജീവിതത്തിലൊരു ചിട്ട കൊണ്ടുവരാനും ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാനും, പ്രത്യേകിച്ചും ചില പ്രശ്നങ്ങൾ ആളുകൾക്ക് ഓരോരോ വിഷയം, ഒന്നിൻ്റെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ മണി പ്രോബ്ലംസ് ആയിരിക്കും, അത് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് ഹാൻഡിൽ ചെയ്യാനും സഹായിക്കും നമ്മൾ ഈ അല്ലാത്ത രീതിയിലുള്ള പ്രാക്ടീസുകൾ ഉപയോഗിക്കുമ്പോൾ. അതെന്ന് പറഞ്ഞാൽ ഒന്നിനും എതിരായിട്ടല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ് അല്ലെങ്കിൽ ഫൊർഗീവ്നെസ്, ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനീഷ്യൽ ടൈമിൽ. പിന്നെ അത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഓരോന്നിൻ്റെയും ആവശ്യം അറിഞ്ഞ് ആ രീതിയിൽ നമ്മളത് അപ്ലൈ ചെയ്യും. അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഈവൻ നമ്മൾ ആക്സസ് ബാസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ളത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഏരിയയിൽ റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. എൻ്റെ അടുത്ത് പലപ്പോഴും ആൾക്കാർ വരാറുണ്ട്, ഇത് പഠിച്ചു കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് കുറച്ചൊക്കെ മാറ്റം വന്നു, പക്ഷേ കുറച്ചും കൂടെ ഒക്കെ വരണം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഇത് തിരിച്ചറിഞ്ഞ്, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്, ഇത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ, പ്രാക്ടീസിൽ മാറ്റങ്ങൾ വരുത്തുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധിക്കും. പിന്നെ ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്തിലെ മാത്രമല്ല പല ലൈഫ് ടൈമിലെ ബ്ലോക്കുകളും റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ബ്ലോക്കുകളെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ മാത്രമുള്ളതല്ല, എല്ലാ ബോഡിയിലും, നമ്മുടെ എന്നാ പറയുക, എല്ലാ തലത്തിലുമുള്ള, എല്ലാ ഡയമെൻഷനിലുമുള്ള ബ്ലോക്കുകൾ റിലീസ് ചെയ്യുന്ന, അതെത്ര റിലീസ് ചെയ്താലും ഒരുപാടുള്ള കാര്യങ്ങളാണ്. ഓരോ മനുഷ്യരും ഓരോ ലൈഫ് ടൈം ആഫ്റ്റർ ലൈഫ് ടൈം ഒരുപാട് കാര്യങ്ങൾ ചുമന്നുകൊണ്ടാണല്ലോ നടക്കുന്നത്. അതിൽ നിന്നൊക്കെ ഒരു റിലീസ് തരുന്ന ഒരുപാട് ലൈറ്റ് ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഇത്. ആക്സസ് ബാസ് മാത്രമല്ല, അതിൻ്റെ മുകളിലോട്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആക്സസ് കോൺഷ്യസ്നെസ്സിൽ ഫൗണ്ടേഷനുണ്ട്, ബോഡി പ്രോസസ് ക്ലാസ്സുകളുണ്ട്, എൻറ്റിറ്റി ക്ലാസ്സുകളുണ്ട്, ഒരുപാട് അവയർനെസ്സിൻ്റെ ലോകത്തേക്ക് ഒരു വലിയ സമുദ്രമാണെന്ന് പറയും. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ ആക്സസ് ബാസ്. എത്ര അറിഞ്ഞാലും തീരാത്ത, എത്ര പഠിച്ചാലും തീരാത്ത തിരിച്ചറിവിൻ്റെ, ബോധത്തിൻ്റെ ഒരു ലോകം തന്നെയാണ് ആക്സസ്. അത് ഒരു കാര്യം, ഇപ്പോൾ എൻറ്റിറ്റീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, ഈ എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത തലത്തിലുള്ള അല്ലെങ്കിൽ ഇതിൽ തന്നെ നിൽക്കുന്ന നമ്മൾ ഈ പറയുന്ന ഭൂതം, പ്രേതം, അങ്ങനെയുള്ള കാര്യങ്ങളെ, അല്ലെങ്കിൽ ഡീമൺസ് ഒക്കെ എൻ്റെ ഡിഫറെൻറ്റ്. എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് ശരീരം ഉള്ളത്, നമ്മൾ ശരീരം ഇല്ലാതാകുന്ന അവസ്ഥയിൽ എൻറ്റിറ്റി അത്രയെന്ന് വേണേൽ പറയാം. എല്ലാം എൻറ്റിറ്റീസ് ആണ്. ആക്സസ് പറയുന്ന സമയത്ത് ആക്സസ് ബാർ വെച്ച് ഇതെല്ലാം നമുക്ക് കണ്ടെത്താം. യെസ്, കണ്ടെത്തുക അല്ലല്ലോ, നമ്മളുടെ ഡയമെൻഷൻസ് മാറുമ്പോൾ നമ്മൾ ക്ലിയറായി വരുന്ന സമയത്ത് ഇതിൻ്റെ ക്ലാസ്സുകളിലൂടെ പോയി കുറച്ച് ക്ലിയറൻസുകൾ കഴിയുമ്പം നമുക്ക് അവരെ സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടും. നമ്മൾ സെൻസ് ചെയ്യാണ് ചെയ്യുന്നത്, എനർജികളെ സെൻസ് ചെയ്യാനുള്ള ഒരു തലത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റേതായ ഹയർ ക്ലാസ്സുകളുണ്ട്. അതിൽ പോയവരാണ് കൂടുതലായിട്ട് ഇവരെ ക്ലിയർ ചെയ്യുകയും സെൻസ് ചെയ്യുകയും അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒന്നും നമുക്ക് മനസ്സിലാക്കി, ഇതൊന്നും പേടിക്കാനുള്ള കാര്യങ്ങളല്ല. ഇപ്പം ഓർത്ത് നോക്കി, നമ്മൾ ശരീരത്തിലുള്ളപ്പം ഇവരെയൊക്കെ വളരെ സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്നത്, ആ ശരീരം ഇല്ലാതാകുമ്പോൾ അടുത്ത നിമിഷത്തിലിരുന്ന് നമ്മളെ ഒരു എതിരി അല്ലെങ്കിൽ ഒരു ശത്രു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദോഷം എന്നുള്ള രീതിയിൽ കാണുന്ന ഒരവസ്ഥയാണ് പൊതുവെ സാധാരണ രീതിയിലുള്ളത്. പിന്നെ ഇതിന് ഒരുപാട് തലങ്ങളുണ്ട്, ഇതിൽ ഒരുപാട് വശങ്ങളുണ്ട്.
ആഴത്തിലുള്ള കാര്യങ്ങളും ഉണ്ട്. രാഹുലിന് ഒത്തിരി കാര്യങ്ങൾ അറിയാമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ല, ഞാനിതെല്ലാം അന്വേഷിച്ച് വരുന്ന ഒരാൾ മാത്രമാണ്. ഒരുപാട് തലങ്ങളും ഡയമെൻഷൻസും അർത്ഥതലങ്ങളും ഉള്ള ഒരു ഏരിയ. നമ്മളിന്ന് ഈ ലോകത്ത് എത്ര മനുഷ്യർ, എത്ര വിധமான ആൾക്കാരുണ്ടോ അതുപോലെ തന്നെ ആക്റ്റീവായിട്ടുള്ളൊരു ലോകമാണ് ഇവരുടേത്.